നല്ലൊരു സന്തോഷ ഒരു വാർത്ത എന്ന് പറയുന്നത് മെറൈൻ്റെ കീഴിലുള്ള ഫൈബർ വള്ളത്തിൽ മത്സ്യത്തൊഴിലാളികളായ 4 സുരക്ഷാ പ്രവർത്തകരും ഒരു മത്സ്യത്തൊഴിലാളിയടക്കം നമ്മുടെ ഈ ഒരു വള്ളത്തെ കണ്ടുകിട്ടി എന്നുള്ള തരത്തിൽ അവർ പറയുന്നുണ്ട്. പണികെട്ട് തിരിച്ചു വന്നിട്ട് വല ജോലി ചെയ്തിരുന്നോ കൂട്ടുകാരനെ കണ്ടില്ല. കൂട്ടുകാരനെ കൂടെ തിരക്കി പോയപ്പോൾ ഞാൻ തിരക്കി പോയി. ഇന്നലെ വൈകുന്നേരം 3:30 ആയപ്പോൾ ഞാൻ ഓടിപ്പോയി. കൂടെ എടുത്തിട്ട് പോയുണ്ട്. തിരക്കി രാത്രി 12 ഞങ്ങൾ തിരക്കി കിടന്നു. വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള തൊഴിലാളികളിൽ 10ഓളം പേർ കുടുങ്ങിക്കിടന്നിരുന്നു. അതിൽ ഇപ്പോൾ കുറച്ചു പേരൊക്കെ നമ്മൾ എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ തിരിച്ചു വരികയാണെന്നാണ് പറയുന്നത്. വിഴിഞ്ഞത്ത് കൗൺസിലർ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? നിലവിൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, ബഹുമാനപ്പെട്ട സർക്കാർ, ബഹുമാനപ്പെട്ട നഗരസഭ സംവിധാനങ്ങൾ എല്ലാം കൂടെ എല്ലാ സംവിധാനവും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കൃത്യമായ നേതൃത്വത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കടലിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കാര്യമായ രീതിയിലുള്ള കോസ്റ്റ് ഗാർഡിൻ്റെയും മെറൈൻ ആംബുലൻസിൻ്റെയും കടലിൽ സുരക്ഷ നടത്തുന്ന മത്സ്യത്തൊഴിലാളി സുരക്ഷ ഉറപ്പുവരുത്തുന്ന മത്സ്യത്തൊഴിലാളി അടക്കം തിരച്ചിലിന് പോയിട്ടുണ്ട്. ഏറ്റവും വലിയൊരു നല്ലൊരു സന്തോഷ ഒരു വാർത്ത എന്ന് പറയുന്നത് മെറൈൻ്റെ കീഴിലുള്ള ഫൈബർ വള്ളത്തിൽ മത്സ്യത്തൊഴിലാളികളായ 4 സുരക്ഷാ പ്രവർത്തകരും ഒരു മത്സ്യത്തൊഴിലാളിയടക്കം നമ്മുടെ ഈ ഒരു വള്ളത്തെ കണ്ടുകിട്ടി എന്നുള്ള തരത്തിൽ അവർ പറയുന്നുണ്ട്. അത് കൃത്യമായും അതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് കാണാതെ പോയ ഒരു വള്ളത്തിൽ അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരിക്കുകയും ആ മൊബൈലിൽ നിന്നുള്ള അറിയിപ്പിൻ്റെ ഭാഗമായി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ലൊക്കേഷൻ മാപ്പ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ മെറൈൻ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ രക്ഷപ്പെടുത്താൻ പോയിട്ടുള്ളത്. നിലവിൽ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഫോണും ഇവരെ സംരക്ഷിക്കാൻ പോയിട്ടുള്ള ഫൈബർ വള്ളത്തിലെ മെറൈൻ ഫൈബർ വള്ളത്തിലെ സുരക്ഷാ പ്രവർത്തകരും തമ്മിൽ പരസ്പരം സംസാരിച്ച് അവരെ പരസ്പരം കണ്ടുമുട്ടി എന്നുള്ളതും ഫൈബർ വള്ളത്തിൽ പോയ സുരക്ഷാ പ്രവർത്തകർ അവർക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്ത് അവരെ തിരിച്ച് വള്ളത്തിൽ കയറ്റി എന്നുള്ളതുമാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 4 മണിയോടുകൂടി ഇവർ കരയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയും ചിലരെ കണ്ടെത്താനുണ്ടല്ലോ, അവരെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിലവിൽ മറ്റ് മത്സ്യത്തൊഴിലാളികൾ കാണാതെ പോയ മറ്റ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും മറ്റ് ഫിഷറീസിന്റെയും മറ്റെല്ലാ സംവിധാനങ്ങളും കാര്യമായ രീതിയിൽ തന്നെ ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വിഴിഞ്ഞം മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളും വിഴിഞ്ഞം ഇടവകയും മറ്റ് സർക്കാർ വകുപ്പ് തല ഉദ്യോഗസ്ഥരടക്കം തന്നെ ഒറ്റക്കെട്ടായിട്ട് കാണാതെ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ വീണ്ടും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണാതായവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നത് നിലവിലത്തെ ഒരു തിരച്ചിൽ രീതി മതിയാവില്ല, ഹെലികോപ്റ്റർ അടക്കം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? നിലവിൽ നമ്മുടെ ഈ ഷിപ്പ്യാർഡ് കോസ്റ്റ് ഗാർഡിൻ്റെ കീഴിലുള്ളതും നേവിയുടെ കീഴിലുമുള്ള വലിയ ഷിപ്പ് തിരച്ചിൽ നടത്താൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ പ്രതികൂലമായ സാഹചര്യം ഉള്ളതിനാൽ ഹെലികോപ്റ്ററിനേക്കാൾ കൂടുതൽ അതീവ സുരക്ഷ കൈവരിക്കുന്ന മറ്റ് വിമാനം പോലുള്ള സാധനങ്ങൾ ഇറക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ജില്ലാ വൃത്താന്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാലാവസ്ഥയും കൂടെ ഇതിനനുകൂലമായാൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ കഴിയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള നിരവധി ആളുകൾ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു. അതിൽ 4 പേരെ കഴിഞ്ഞ ദിവസം തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. അവരെ രക്ഷപ്പെടുത്താൻ പോയ സംഘത്തിലെ ഒരാൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്നലെ ഏത് സമയത്തായിരുന്നു, എന്തായിരുന്നു ശരിക്കും അവിടെ ഉണ്ടായിരുന്നു? ഇന്നലെ മെനിഞ്ഞായിരുന്നു. ഞാൻ പടിക്ക് പോയിട്ട് കരിക്ക് വര പണിക്ക് പോയിട്ട് വന്നപ്പോൾ ഒരു വെള്ളം കണ്ടില്ല. എൻ്റെ എൻ്റെ സ്നേഹനായിരുന്നു. കാണുന്ന ഞാൻ പണിക്ക് പോയിട്ട് വന്നിട്ട് ഞാൻ പണിക്ക് അണഞ്ഞ് പണിക്കിട്ട് തിരിച്ചു വന്നിട്ട് വല ജോലി ചെയ്തിരുന്നോ കൂട്ടുകാരനെ കണ്ടില്ല. കൂട്ടുകാരനെ കൂടെ തിരക്കി പോയപ്പോൾ ഞാൻ തിരക്കി പോയി. ഇന്നലെ വൈകുന്നേരം 3:30 ആയപ്പോൾ ഞാൻ ഓടിപ്പോയി. കൂടെ എടുത്തിട്ട് പോയുണ്ട്. തിരക്കി രാത്രി 12 ഞങ്ങൾ തിരക്കി കിടന്നു. അപ്പം എപ്പോഴാണ് അങ്ങോട്ടേക്ക് അവരെ രക്ഷപ്പെടുത്താൻ പോയത്? 3:30 ആകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വെള്ളം ഇളക്കിയിട്ട് പോയി കളഞ്ഞ് ഓടി പോയിട്ട് 12 വരെ തിരക്കി കിടന്നു. ഞങ്ങൾ കിട്ടിയില്ല. ഞങ്ങൾ തിരിച്ചു വരണ്ടേ, കന്യാകുമാരി അടുപ്പിച്ച് പോയി. കന്യാകുമാരി അടുത്ത് പോയിട്ട് ഞങ്ങൾ കിട്ടിയില്ല. നമുക്ക് അപ്പുറത്ത് പോകത്തില്ല. പോയി കാറ്റിന് നമ്മൾ തിരിച്ചു വരണ്ടേ. കന്യാകുമാരി പോയിട്ട് തിരിച്ചു വരണം. ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വന്ന് രാത്രി ഓടി വന്ന്
രാവിലെ 7 മണിക്ക് ഇവിടെ വന്ന് എത്തി. അവര് എന്തായിരുന്നു പ്രശ്നം? എങ്ങനെയാ അവിടെ കുടുങ്ങിക്കിടന്നത്? മഴ കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേ ഇഞ്ചിൻ കുളമായി ചെറുതായിട്ട് ഇഞ്ചിൻ കുളമായിരുന്നു. പിന്നെ മേടെ ചേലും കൊണ്ട് അവർക്ക് ഒരു ഇഞ്ച് ശരിയുണ്ടായിരുന്നു, അത് ഓടാൻ പറ്റത്തില്ല. പറ്റായിരുന്നു, നമ്മള് ചാലും ചേറ്റിലും ഓടാൻ പറ്റത്തില്ല. അങ്ങനെ ചെറിയൊരു ഉണ്ടായിരുന്നു. എന്തെങ്കിലും കോളോ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നോ? അതുകൊണ്ട് നേരത്തെ വിളിച്ചു പറഞ്ഞായിരുന്നു ഇത്ര മഴ കിടക്കുന്നത്. അത് അറിഞ്ഞാണ് ഞങ്ങൾ പോയത്, വിളിച്ചു പറഞ്ഞാണ് ഞങ്ങൾ പോയത്. ആ സ്ഥലത്ത് പോയപ്പോൾ കണ്ടില്ല. കുറച്ചപ്പുറം കൂടെ പോയി നോക്കി, കണ്ടില്ല. എത്ര പേരുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് സഹായത്തിന് വേണ്ടി പോയത്? ഞങ്ങൾ 4 പേരായിട്ട് പോയി. 4 പേരും സുരക്ഷിതരായിട്ട് തിരികെ എത്തിയിരിക്കുകയാണ് അല്ലേ? തിരികെ എത്തിയായി രാവിലെ എത്തി. 2 വള്ളം പോയി. ഒരു വള്ളം കുളച്ചലിൽ കയറ്റി വെച്ച് അവർക്ക് കൊണ്ട് അവർ കുളച്ചൽ സ്ഥലത്ത് കയറ്റി വെച്ചിട്ട് ഒരു വള്ളം ഇവിടെ കൊണ്ട് പിടിച്ച്. വരുമ്പോൾ